നമസ്കാരം. പ്രധാന വാർത്തകൾ. സമരങ്ങളെ പുച്ഛിക്കുന്ന കേരളത്തിലെ CPM-നെ കാത്തിരിക്കുന്നത് ബംഗാളിലെ ഗതിയെന്ന് AICC അംഗം പ്രൊഫസർ KA തുളസി. ഇടത് സർവീസ് പെൻഷൻ സംഘടനകൾക്ക് പിണറായി സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ഭയം. പാലക്കാട്ട് KSSPA ദ്വിദിന സത്യാഗ്രഹ സമരത്തിന് സമാപനം. സമരത്തിന്റെ രണ്ടാം ദിനത്തിൽ വനിതാ കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച്. ശ്വേത മേനോന് പിന്തുണയുമായി നടൻ ദേവൻ. ശ്വേതയ്ക്ക് എതിരായ കേസ് അനാവശ്യം. കേസ് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്നാണ് കരുതുന്നതെന്നും ദേവൻ. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ്. മേഖലയിൽ കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ തീപിടുത്തമുണ്ടായത് നിരവധി തവണ. വ്യവസായശാലകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി നിരീക്ഷിക്കും. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലിറങ്ങിയ കാട്ടാന മണിക്കൂറുകളോളം ഭീതി പരത്തി. വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. വാണിയംകുളത്തുനിന്ന് ഇടഞ്ഞോടിയ എരുമ മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. എരുമ ഓടിയത് ഷൊർണൂർ ഭാഗത്തേക്ക്. പിടിച്ചുകെട്ടാനായത് മണിക്കൂറുകൾക്ക് ശേഷം. കേരളത്തിലെ ജനനമരണ കണക്കുകൾ പരിശോധിച്ച് വയോജന സംരക്ഷണ നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വയോജനക്ഷേമ നടപടികൾ ആത്മാർത്ഥമല്ലെന്ന് ആക്ഷേപം. വയോജനക്ഷേമത്തിന് നീക്കിവെക്കുന്ന 5% തുക പോലും ഉപയോഗിക്കുന്നത് ബസ് സ്റ്റോപ്പുകൾ കെട്ടാനെന്നും പരിഹാസം. ലക്കിടി ആഗലൂർ നായാടിക്കുണ്ട് കനാൽ റോഡ് തകർച്ചയിൽ അധികൃതരുടെ അനാസ്ഥയാരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. മങ്കര വെള്ള റോഡിലെ കൊടുംവളവ് ഗതാഗതത്തിന് ഭീഷണി. 30 മീറ്ററോളം കൈവരി സ്ഥാപിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാനാകുമെന്ന് നാട്ടുകാർ. കോട്ടായിൽ മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. സമരങ്ങളെ പുച്ഛിക്കുന്ന CPM-ന് ബംഗാളിലെ ഗതിയാകുമെന്ന് AICC അംഗം പ്രൊഫസർ KA തുളസി. ഇടത് സർവീസ് പെൻഷൻ സംഘടനകൾക്ക് പ്രതികരണശേഷി നഷ്ടമായെന്നും KA തുളസി പറഞ്ഞു. പാലക്കാട്ട് KSSPA ദ്വിദിന സത്യാഗ്രഹ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തൊഴിലാളി സ്നേഹം പറഞ്ഞ CPM ഭരണത്തിലേറിയപ്പോൾ മുതലാളികളുടെ താൽപര്യമാണ് സംരക്ഷിക്കുന്നതെന്നും പ്രൊഫസർ KA തുളസി ആരോപിച്ചു. സമരങ്ങളെ പുച്ഛിക്കുന്ന ഇടത് സർക്കാരിന്റെ ഗതി പശ്ചിമബംഗാളിന് തുല്യമാകും. പ്രതിപക്ഷത്തിരിക്കെ വികസനങ്ങൾക്കെതിരെ കുത്തിയിരിപ്പ് സമരം വരെ നടത്തിയവരാണ് CPM. ആനുകൂല്യ വർധനവ് ഉയർത്തിക്കാട്ടി സമര കോലാഹലം നടത്തിയവരുടെ ഭരണകാലത്ത് വേതനവും ശമ്പള കുടിശ്ശികയും കിട്ടാതെ ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയാണ്. അവകാശ സമരങ്ങളെ അവഗണിക്കുന്ന LDF സർക്കാരിന് സ്തുതിപാഠകരായി മാറിയ ഇടതു സംഘടനകൾ സർവീസ് പെൻഷൻ സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നും KA തുളസി കുറ്റപ്പെടുത്തി. പറഞ്ഞു ഇവിടെ സമരത്തിൽ ഇരിക്കേണ്ട സാഹചര്യമാണ്. കാരണം നമുക്ക് ഒരു അടി പോലും നേരത്തെ ഇവിടെ ടീച്ചർ പറഞ്ഞു കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. അപ്പൊ നമ്മൾ കരയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ഇത് ആരുടെയും ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ കരയുന്നത്. നമുക്ക് ന്യായമായിട്ടും ഒരുപാട് വർഷക്കാലം നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ ആരോഗ്യവും ഒക്കെ വിവിധ വകുപ്പുകൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച് ഇപ്പൊ നമ്മൾ പെൻഷൻ പറ്റി വളരെ സമാധാനത്തോടു കൂടി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൈപ്പറ്റി വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഇരിക്കാതിരിക്കാനുള്ള സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാനത്ത് ഒരുക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മഴയെ അവഗണിച്ചും നമ്മൾ ഈ ഒരു വേദിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായിരുന്നാലും സംഘടനയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സമരാഭ്യർത്ഥന ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷക്കാലമായി സർക്കാർ റിട്ടയർ ചെയ്ത ജീവനക്കാർ എന്ന വ്യത്യാസമില്ല, സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെന്ന് വ്യത്യാസമില്ല, നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാരെന്ന് വ്യത്യാസമില്ല, മോട്ടോർ വാഹന തൊഴിലാളികളെന്ന് വ്യത്യാസമില്ല, അധ്യാപകരോ മറ്റു മേഖലകളിൽ പണിയെടുക്കുന്നവരോ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കർഷകരോ ആരായാലും ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, ഞങ്ങളുടെ ജീവിതം മാത്രം നന്നായാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യാഗ്രഹത്തിന്റെ രണ്ടാം ദിനത്തിൽ KSSPA വനിതാ അംഗങ്ങൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് KK ശൈലജ അധ്യക്ഷത വഹിച്ചു. ജമീല, PD ഗ്രേസി, T രമണി, മുംതാസ്, K അനന്തൻ, ലിസി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശ്വേത മേനോന് പിന്തുണയുമായി നടൻ ദേവൻ. ശ്വേതയ്ക്ക് എതിരായ കേസ് അനാവശ്യം. കേസിൽ പറയും പോലെ ഉള്ള ഒരു കലാകാരിയല്ല അവർ.
ശ്വേത ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശ്വേതയ്ക്ക് എതിരായ കേസ് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്നാണ് കരുതുന്നതെന്നും കേസിൽ ഒന്നുമില്ലെന്നും ദേവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വസ്തുതയിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം ശ്വേതമേനോന്റെ പേരിലൊരു കേസ് വരാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് അല്ല അവർ. എന്ത് കേസെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ നോക്കിയപ്പോൾ അവർ FIR ഇട്ടിരിക്കുന്നു. FIRൽ ഉള്ള കാര്യങ്ങൾ ഞാൻ കേട്ടു. FIR ഇന്ന രീതിയിലുള്ള FIR ആണ് ഇട്ടിട്ടുള്ളത് പറഞ്ഞു. അപ്പോൾ അത് FIR കേട്ടപ്പോൾ എനിക്കൊരു ബുൾഷിറ്റായിട്ട് തോന്നി. ഇറ്റ്സ് നോൺസെൻസ്. ഇറ്റ്സ് എ ബുൾഷിറ്റ്. കാരണം ഒന്നുമില്ല അതിനകത്ത്. കാരണം എന്തെങ്കിലും ഒരു അലിഗേഷൻ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതിന് ശക്തമായ ഒരു പിൻബലം വേണ്ടേ. നിയമത്തിൻ്റെ ഒരു പിൻബലം വേണം. അതുപോലെ സർക്കംസ്റ്റൻസസിൻ്റെ ഒരു പിൻബലം വേണം. അതൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കേസുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഞാനിതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്വേതാ മേനോൻ ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനെ ഉദ്ദേശിച്ചിട്ടാണോ എനിക്കറിയില്ല എന്തെന്താണെന്ന്. കാരണം അവർ പറയപ്പെടുന്ന ഈ സിനിമകളൊക്കെ റിലീസായിട്ട് വർഷങ്ങളായി, മനസ്സിലായില്ലേ? അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർ അങ്ങനെ ചെയ്തു. അത് വളരെ മോശമായ രീതിയിലുള്ള ചില കാര്യങ്ങളാണ് അവർ റേസ് ചെയ്തിട്ടുള്ളത്. ഈ കംപ്ലൈൻറ്റ് അത് വസ്തുതയിലെ ഒരു ഡിഫെയിം ചെയ്യാനായിട്ട്, അതായത് അത് വികൃതമാക്കാനായിട്ട്, അവരുടെ ഇമേജിനെ വികൃതമാക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണത്. വാണിയംകുളത്ത് ഇടഞ്ഞോടിയ എരുമ മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. ഷൊർണൂർ ഭാഗത്തേക്കാണ് എരുമ ഓടിയത്. വാണിയംകുളം ചന്തയിൽ നിന്ന് വാങ്ങിയ എരുമയാണ് ഇടഞ്ഞോടിയത്. വാണിയംകുളം സ്വദേശി വിപിൻ ചന്തയിൽ നിന്ന് വാങ്ങിയ എരുമയാണ് ഇടഞ്ഞോടിയത്. ഇടഞ്ഞോടിയ എരുമ പരിഭ്രാന്തി പരത്തിയത് മണിക്കൂറുകളോളം. കിലോമീറ്ററുകൾ പിന്നിട്ട് എരുമ എത്തിയത് ഷൊർണൂരിൽ. 10 കിലോമീറ്ററോളം ദൂരം ഓടിയ എരുമയെ ഏറെ പണിപ്പെട്ടാണ് തളച്ചത്. ചായക്കട നടത്തുന്ന ഷഫീഖ്, സുഹൃത്ത് കാശിനാഥൻ എന്നിവർ പിന്തുടർന്ന് എരുമയെ പിടികൂടുകയായിരുന്നു. ഓട്ടത്തിനിടെ എരുമ ആരെയും ആക്രമിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ്. കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ നിരവധി തവണയാണ് മേഖലയിൽ തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ ദിവസം പ്യാരിലാൽ പ്രൈവറ്റ് കമ്പനിയുടെ 500 MC2 2 ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന എക്സ്പാൻഡഡ് പോളിത്തീൻ ഫോം കത്തിയമർന്നിരുന്നു. കഞ്ചിക്കോട് ഫയർ സ്റ്റേഷനിലെ 2 യൂണിറ്റിലെ വാഹനങ്ങൾ മണിക്കൂറുകൾ ശ്രമിച്ചാണ് തീയണച്ചത്. സ്റ്റേഷൻ ഓഫീസർ TR രാഗേഷ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ S ജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. സമീപത്തുള്ള ഗ്യാസ് ഗോഡൌണിലേക്കും മറ്റ് ഗോഡൌണുകളിലേക്കും തീ പടരുന്നത് നിയന്ത്രണ വിധേയമായതോടെയാണ് വൻ ദുരന്തം ഒഴിവായത്. വ്യവസായ മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന തീപിടുത്തം പ്രദേശത്ത് വലിയ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. വ്യവസായശാലകളിലെ ഇലക്ട്രിക്കൽ മാനദണ്ഡമുൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി പരിശോധിക്കാനാണ് ഫയർഫോഴ്സിന്റെ തീരുമാനം. വ്യവസായ മേഖലയുടെയും വ്യവസായശാലകളുടെയും വളർച്ച പരിഗണിച്ച് തീയണയ്ക്കാൻ ആധുനിക സംവിധാനമുള്ള ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലാണ് കാട്ടാന ഇറങ്ങിയത്. വനംവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് 3 മണിക്കൂറോളം റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. മന്ത്രിമാരും ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് കാട്ടിപ്പോയി നടക്കട്ടെ. ബാക്കിയുള്ളവർ വെടി വെച്ചുവല്ലേ? ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ലേ ഇവിടെ? ജനവാസ മേഖലയിൽ 5ാം ദിവസമായ ബുധനാഴ്ചയും രാത്രി 10 മണിക്ക് ശേഷവും കാട്ടാന ഇറങ്ങി. ബൈക്ക് യാത്രക്കാരൻ ആനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മുള്ളൂർക്കര ആറ്റൂരിലാണ് ആന ജനവാസ മേഖലയിലേക്ക് റോഡ് മുറിച്ച് രാത്രി 10 മണിക്ക് വന്നത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 12:30 പോലീസും മറ്റ് വനംവകുപ്പ് അധികൃതരും എത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ്
റോഡ് ഉപരോധം അവസാനിപ്പിച്ചത്. നമ്മുടെ എളനാട് വരെ ഉള്ള പ്രദേശത്ത് ആനകളുടെ സഞ്ചാരം ധാരാളമായിട്ടുണ്ട്. മാത്രമല്ല ഏകദേശം 17 ആനോളം ഇപ്പോൾ ഈ കാടുകളിൽ ബീച്ചി മുതലുള്ള എളനാട് വരെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ആന കൃഷിസ്ഥിരങ്ങളിലും പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. നിയമത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ കഴിയാത്തതുകൊണ്ട് ആനയെ എങ്ങനെ നമുക്ക് ഈ പ്രദേശത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിവേലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4 or 5 വട്ടം ഇതിൻ്റെ റിവ്യൂ ചേലക്കരയിൽ വെച്ച് ബഹുമാനപ്പെട്ട MP-യും ഞാനും അടക്കം ആളുകൾ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയത് വെറുതെ യോഗം കൂടി പോകുന്നില്ല. ഈ കമ്പിവേലി എത്ര വേഗത്തിൽ ആക്കി ആ കമ്പിവേലി നമുക്ക് എങ്ങനെയും കമ്പിവേലിയിൽ ചെയ്യാം. കമ്പിവേലി അല്ലാതെ ഇപ്പോൾ ആനയ്ക്കിപ്പോൾ കമ്പിവേലി സോളാർ കമ്പിവേലി ഇടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ണാത്തിപ്പാറ മുതൽ തുടക്കം കുറിച്ചു. പിന്നെ ഇപ്പോൾ അടുത്ത ദിവസം റിവ്യൂ നടത്തി പറഞ്ഞു എളനാട് നമ്മൾ തുടങ്ങി വെക്കണം, 2 ഭാഗത്തും സമാന്തരമായി തുടങ്ങി മുന്നിക്കണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിൽ ഗാലനൈസ് ചെയ്ത പോസ്റ്റുകളാണ്, എന്ന് വെച്ചാൽ ഉരുമ്പ് കയറാത്ത പോസ്റ്റുകളാണ് ഇത് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കോയമ്പത്തൂരാണ് ഇതിൻ്റെ പണി നടക്കുള്ളൂ. അവിടെയാണ് കിട്ടുള്ളൂ. അവിടെ നല്ല തിരക്കിൻ്റെ കിട്ടുന്ന മുറയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസും നാട്ടുകാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവുമുണ്ടായി. പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ ഷൊർണൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചില കമ്പനികളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി സ്ഥാപന ഉടമകൾ. ഒരു കമ്പനിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ എത്തി സമ്മർദ്ദം ചെലുത്തിയതായും സ്ഥാപന ഉടമ പറഞ്ഞു. മഴവെള്ളം കുത്തിയൊലിച്ചെത്തി കമ്പനിയിലെ ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു. കമ്പനിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിലും ഇടിഞ്ഞു വീണിരുന്നു. സംഭവത്തിൽ സ്ഥാപന ഉടമയായ പെരുമ്പാവൂർ സ്വദേശി പ്രഹ്ലാദൻ മതിലിന്റെ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെത്തി സമ്മർദ്ദം ചെലുത്തിയതായി ഉടമ പറഞ്ഞു. പക്ഷേ ചെയർമാൻ വരുന്നതിന് മുമ്പ് വന്ന ആളുകളിൽ പെട്ട ആളുകളാണ് ഈ മെമ്പറും അയൽവാസിയും മറ്റ് രാഷ്ട്രീയ പെട്ട ആളുകളൊക്കെ വന്ന് എന്നെ സമ്മർദ്ദം ചെലുത്തുക ചെയ്തത്. ഇത് അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല, ഈ മതിൽ എപ്പോൾ ശരിയാക്കി തരും എന്നുള്ളതാണ്. അവസാനം എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, എൻ്റെ തല പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ ഞാൻ നിൽക്കുമായിരുന്നു. വിഷയത്തിൽ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി ഇടപെട്ട് നഗരസഭയ്ക്കും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകിയതായി സംഘടനാ മുൻ പ്രസിഡന്റ് TV മമ്മു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ ചിത്ര എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് മറ്റുള്ള സ്ഥാപനത്തിൽ മുഴുവനും വെള്ളം ഒഴുകി വന്ന് ഭാരം താങ്ങാനാവാതെ തൊട്ടടുത്ത മതിൽ വീഴുകയും ഈ കമ്പനിയിൽ തന്നെ ഏകദേശം 1 മീറ്റർ വെള്ളം പൊങ്ങുകയും ഒരുപാട് മിഷനറികളും മറ്റും വെള്ളത്തിൽ മുങ്ങി ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പരാതികൾ പോയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ഇതിനെ എത്രയും പെട്ടെന്ന് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടുത്തി ഒരു പരിഹാരം ഉണ്ടാവേണ്ടതാണ്. ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് M പ്രഹ്ലാദൻ, സെക്രട്ടറി PG ജമേഷ്, ട്രഷറർ PK ജയകൃഷ്ണൻ, P സുരേഷ്, E ചന്ദ്രൻ, K ബിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിലെ ജനന മരണ കണക്കുകൾ പരിശോധിച്ച് വയോജന സംരക്ഷണ നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിൽ. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കിവെക്കുന്ന 5% തുക ബസ് സ്റ്റോപ്പ് കെട്ടാനാണ് ഉപയോഗിക്കുന്നതെന്നും സർവീസ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി AU മാമച്ചൻ പാലക്കാട്ട് മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. മരണനിരക്ക് കുറവായ കേരളത്തിൽ വയോജന നിയമം പാസ്സായെങ്കിലും സംരക്ഷണ നടപടികൾ ആരംഭിക്കാത്തത് ഖേദകരമാണ്. പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞെങ്കിലും നിലവിൽ അനുവദിക്കുന്ന 1600 പോലും യഥാസമയം കിട്ടാത്ത സ്ഥിതിയാണ്. സർക്കാർ ഓഫീസുകളിൽ വയോജനങ്ങൾക്ക് പ്രത്യേക സൗകര്യമെന്ന ആവശ്യവും അവഗണിക്കപ്പെട്ടു. നിലവിൽ പഞ്ചായത്തുകൾ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി 5% തുക മാത്രമാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇതുതന്നെ ബസ് സ്റ്റോപ്പ് കെട്ടാനും സാമൂഹ്യവിരുദ്ധർക്ക് താവളമാകുന്ന കെട്ടിടങ്ങൾ കെട്ടാനുമാണ് ഉപയോഗിക്കുന്നത്. വേഗത നഷ്ടപ്പെട്ട വയോജനങ്ങൾക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് തെരുവുനായ് ശല്യം. ട്രെയിൻ യാത്രാ നിരക്കിൽ 40% ഇളവുണ്ടായിരുന്നത് കോവിഡ് കാലത്ത് എടുത്തുമാറ്റിയത് പുനഃസ്ഥാപിച്ചിട്ടില്ല. വയോജനങ്ങളുടെ നിരവധി ആവശ്യങ്ങൾ പലതവണ അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ലെന്നും സർവീസ് കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഓഗസ്റ്റ് 8, 9 തീയതികളിൽ പാലക്കാട്ട് നടക്കുന്ന ജില്ലാ സമ്മേളനം
വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. കോവിഡ് വന്ന കാലഘട്ടത്തിലായാലും നിർത്തലാക്കി. കോവിഡ് വന്ന് പോയി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അത് പുനഃസ്ഥാപിക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു എത്രയോ മെമ്മോറാണ്ടങ്ങൾ നടത്തി. കഴിഞ്ഞ മാസം ഞങ്ങൾ ഇതിനെതിരായിട്ട് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഏകദേശം 300ഓളം കാർഡ് ഞങ്ങൾ എഴുതി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പ്രധാനമന്ത്രിക്ക് കാർഡിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിൽ എഴുതി കൊണ്ട് പോസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിനോടനുബന്ധിച്ച് അതൊരു പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഒരു ധർണ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഞങ്ങൾ പുതിയ യൂണിറ്റുകൾ കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഞങ്ങളെ സമീപിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഈ ആയുർവേദ ഡോക്ടർമാർ അങ്ങനെ പിന്നെ എല്ലിൻ്റെ ഡോക്ടർമാരെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ എൻ്റെ മീറ്റിംഗ് കൂടാറുണ്ട്. അവിടെ വിളിച്ച് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ അങ്ങനെയുള്ള പിന്നെ ചിലർക്ക് പശുവിനെ വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ പോത്തിനെ വാങ്ങിക്കൊടുക്കുക ഇങ്ങനെയുള്ള ഇതൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ വയോജനങ്ങളുമായിട്ട് അവരുടെ സംഘടനാ പ്രതിനിധികളുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഈ ഫണ്ട് ചെലവാക്കുന്നതിനുള്ള 5% ഫണ്ടാണ് പഞ്ചായത്തിൽ അനുവദിക്കുന്ന ഫണ്ടിൽ 5%മാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. പല പഞ്ചായത്തുകളിലും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഒരു വീട് പോലെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് കെട്ടിയിട്ടുണ്ട്. വൃത്ത വിശ്രമ കേന്ദ്രം. അവിടെ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർക്ക് കയറി ഇരുന്ന് ചുറ്റ് കളിക്കാനും മദ്യം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമാണ്. ആരും ആ വഴിക്ക് പോകാറില്ല. അതിന് വാർത്താ സമ്മേളനത്തിൽ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പി റിജു കുഞ്ഞച്ചൻ, സെക്രട്ടറി ജി ബാലഗംഗാധരൻ, വർക്കിംഗ് പ്രസിഡന്റ് എ ജയരാമൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി അപകടങ്ങൾ തടയാൻ കേരള ഇലക്ട്രിക് അസോസിയേഷൻ പാലക്കാട്ട് എനർജി കോൺക്ലേവ് സംഘടിപ്പിക്കും. ഗാർഹിക ഉപഭോക്താക്കൾ, വ്യവസായശാല ഉടമകൾ എന്നിവർക്കായാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. ഇലക്ട്രിക് ഉൽപ്പാദകർ, വിദഗ്ധർ, ഉപഭോക്താക്കൾ എന്നിവർ എനർജി കോൺക്ലേവിൽ പങ്കെടുക്കും. ഉപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയും നിയമപരമായും മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥാപിക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപനത്തെക്കുറിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇലക്ട്രിക് വയറിംഗ് മേഖലകളെക്കുറിച്ചുള്ള സംശയ നിവാരണമാണ് സെമിനാറിൽ ഉദ്ദേശിക്കുന്നത്. വിവിധതരം ഉപകരണങ്ങൾ പരിചയപ്പെടാനും അവസരമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സബ്മിറ്റ് ചെയ്യപ്പെടുകയുമാണ്. ഈ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം എക്സ്ക്ലൂസീവായിട്ട് വിദഗ്ധരെ നയിക്കുന്ന സംശയ നിവാരണവും ഇപ്പം തന്നെ വലിയ സോളാർ വൈദ്യുതി ലാഭമാണോ നഷ്ടമാണോ എന്ന രീതിയിലൊക്കെ ജനങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. പത്ര സുഹൃത്തുക്കൾ പോലും ഒരു 2 തട്ടിലാണ് സോളാറിൻ്റെ വൈദ്യുതി ഉൽപ്പാദനം കൊണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇല്ല. ഇത്തരം കാര്യഗൗരവമായ ചർച്ചകൾക്ക് അത് വേദിയാവും. നിങ്ങൾക്കും ഈ വിദഗ്ധരുമായിട്ട് സംബന്ധിക്കാനുള്ള അവസരമുണ്ട്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വിദഗ്ധരാണ് ഈ കോൺക്ലേവിൽ ഭാഗമാകുക. സംസ്ഥാന പ്രസിഡന്റ് രാജൻ എം മേനോൻ, ജില്ലാ പ്രസിഡന്റ് വി പി പ്രസാദ്, സി വി ബിനു, കെ എസ് സ്വാമിനാഥൻ, പി എസ് സിംസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് അകലൂർ 6-ാം വാർഡിൽപ്പെട്ട നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. 25ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ കനാൽ റോഡ്. മഴക്കാലമായതോടെ കനാൽ റോഡ് ചളിക്കുളമായി. യാത്രാ ദുരിതം പേറുകയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ള നാട്ടുകാർ. മഴക്കാലമായതോടെ കനാൽ റോഡ് ചെളിക്കുളമായതോടെ വിദ്യാർത്ഥികളും വാഹനയാത്രികരും ദുരിതത്തിലാണ്. ഇരുചക്ര വാഹനയാത്രക്കാർ വീഴുന്നതും പതിവായി. കനാൽ സ്ഥാപിച്ച് 35 വർഷത്തിലേറെയായെങ്കിലും ഇന്നേവരെ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികാരികൾ ശ്രമിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഓട്ടോറിക്ഷ പോലും വരാൻ മടിക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളാകട്ടെ വോട്ട് ചോദിക്കാൻ മാത്രമായിട്ടാണ് എത്താറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വഴി വരാറില്ലെന്നും വീട്ടമ്മമാർ പറയുന്നു. വോട്ട് ചോദിക്കാൻ എത്തുന്നവരാകട്ടെ ജയിച്ചാൽ ഉടൻ റോഡ് ശരിയാക്കാമെന്ന് പറയും. അത് കേട്ട് തങ്ങൾ ക്ഷമിക്കും. പിന്നെ 5 വർഷം കഴിഞ്ഞാലാണ് അവർ വീണ്ടും വരിക. മാറി മാറി പഞ്ചായത്ത് ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ റോഡ് നന്നാക്കി തരാൻ ഇന്നേവരെ കൂട്ടാക്കിയിട്ടില്ലെന്നാണ് പരാതി. താൽക്കാലികമായെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അകലൂർ 2 വില്ലേജ്, അകലൂർ ക്ഷേത്രം എന്നീ മേഖലകളിലേക്ക് എത്തിപ്പെടേണ്ട പ്രധാന വഴി കൂടിയാണിത്. വിദ്യാർത്ഥികളാണ് ചെളിയിലൂടെ നടന്ന് ദുരിതം പേറുന്നത്. റോഡ് സഞ്ചാരയോഗ്യമായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി.
രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നാൽ പറയും ഞങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റോഡ് നേരാക്കി തരാമെന്ന്. പക്ഷെ ഇന്ന് വരെ ഒരു പാർട്ടിയും വന്നിട്ടില്ല റോഡിനെ പറ്റി സംസാരിക്കാൻ. പിന്നെ അതേപോലെ ലൈറ്റ്, ഇവിടെ ലൈറ്റ് കത്തി ചിലപ്പോൾ കത്തില്ല. ഇപ്പോൾ കത്തിയിട്ട് 3 മാസമായി. ചിലപ്പോൾ രാത്രിയും കത്തും പകലും കത്തും, ചിലപ്പോൾ ഇപ്പം രാത്രിയും പകലും കത്തുന്നില്ല അങ്ങനെ. പിന്നെ ഇവിടെ എപ്പോഴും വാഹനാപകടങ്ങൾ ഒരുപാടുണ്ടല്ലോ. ബൈക്കുകൾ വീഴുന്നുണ്ട്, ട്രിപ്പർ ലോറികൾ വീഴുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ തേങ്ങ കൊണ്ടുവന്ന് അങ്ങനെ തേങ്ങ അവർ മുറ്റത്താണ് പോയി വീണത് തേങ്ങ. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. പിന്നെ രാത്രി സമയങ്ങളിലാണ് ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ രാത്രി സമയങ്ങളിലാണ് പണിമാറ്റി വരുന്നത്. ഒരു കടയിൽ അവിടെ ഇവിടെയൊക്കെ പണിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ വണ്ടി കൊണ്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പന്നിയുടെ ശല്യമുണ്ട്, മയിലിന്റെ ഒരുപാട് ശല്യങ്ങൾ ഞങ്ങൾക്ക് റോഡ് പണി റെഡിയാക്കി തരാം. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാണ്ടുള്ള ഇതാണ്. ചളി കെട്ടിയിട്ടും വെള്ളം കെട്ടിയിട്ടും വഴുക്കി വീണിട്ടും പൊന്ത കെട്ടിയിട്ടും കുട്ടികൾക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും ഞങ്ങൾ കഴിയുന്നതും വെട്ടിയിട്ടും വൃത്തിയാക്കിയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എല്ലാവരും വന്നിട്ട് ഞങ്ങൾക്ക് വാഗ്ദാനം തരും നേരാക്കി തരാം. പക്ഷെ ഇന്നത്തെ വരെ ഒരു പാർട്ടിക്കാരെ ഒരു പാർട്ടിക്കാരെ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവരും വേണം. പക്ഷെ ഒന്നുണ്ട്, ആരും ഞങ്ങളെ ഇവിടെ തിരിഞ്ഞു നോക്കണില്ല. നമുക്ക് കുറച്ച് വീട്ടുകാരുണ്ട് ഞങ്ങൾ ഇവിടെ. പിന്നെ മലമ്പുഴയിലെ കരാർ തൊഴിലാളികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലത്തെ വേസ്റ്റ് മുഴുവനും വാരിയിട്ട് ഈ വഴിയിലേക്ക് ഇടുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വഴി നടക്കുകയും വേണ്ട. അത്രയും ദയനീയാവസ്ഥയിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലക്കിടിപ്പേരൂർ പഞ്ചായത്ത്, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകുമെന്നും നാട്ടുകാരായ കെ അബ്ദുൾ റഹ്മാൻ, പൊന്നു എന്നിവർ അറിയിച്ചു. ഞങ്ങൾ ഈ റോഡ് കനാല് റോഡ് ടു വില്ലേജ് ടു അവലൂക്കാവ് റോഡ് സാറേ, ഞങ്ങൾക്കിത് നേരാക്കി കിട്ടണില്ല. കുറേ കാലഘട്ടങ്ങളായി 10-30 കൊല്ലമായി ഈ കനാലിലൂടെ വന്നിട്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഏത് മെമ്പർമാർ വന്നിട്ടും ഞങ്ങൾക്ക് നേരാക്കി തരില്ല, പഞ്ചായത്തിനും നേരാക്കി തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നല്ല കുടുക്കത്തിലാണ് സാറേ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഗവനിക്കണം. അതല്ലെങ്കിൽ ഇനി ഞങ്ങൾ വില്ലേജിൻ്റെ മെമ്പർമാർ. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മങ്കര വെള്ള റോഡിലെ കൊടുംവളവ് വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. 30 മീറ്ററോളം കൈവരി സ്ഥാപിച്ചാൽ അപകട ഭീഷണി മാറിക്കിട്ടും. വളവിന് 1/2 മീറ്റർ അപ്പുറത്താണ് മലമ്പുഴ പ്രധാന കനാൽ പോകുന്നത്. ഇവിടം 15 മീറ്ററോളം താഴ്ചയാണുള്ളത്. വളവിൽ മറ്റൊരു വാഹനം വന്നാൽ പോകാൻ കഴിയില്ല. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അപകടം ഉറപ്പ്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണിത്. മങ്കര വെള്ള റോഡിൽ നിന്നും കാളികാവ് താവളം റോഡിലേക്ക് എത്താനുള്ള എളുപ്പ വഴി കൂടിയാണിത്. രാപ്പകലില്ലാതെ നിരവധി വാഹനങ്ങളാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. കൊടുംവളവിൽ കനാലിന് 30 മീറ്ററോളം ദൂരം കൈവരികൾ സ്ഥാപിച്ചാൽ അപകട ഭീഷണി മാറിക്കിട്ടും. ഇക്കാര്യത്തിൽ അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കോട്ടായി സെന്ററിൽ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. പദ്ധതിക്കായി 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ച് മലമ്പുഴ കനാലിന് മുകളിലാണ് മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ഇടയിൽ പ്രധാന പാതയോരത്തെ മലമ്പുഴ മെയിൻ കനാലിന് മുകളിലാണ് കോൺക്രീറ്റ് സ്ലാബ് നിരത്തി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കനാലിന് മുകളിൽ 65 മീറ്റർ നീളത്തിലാണ് കോൺക്രീറ്റ് സ്ലാബ് നിരത്തുന്നത്. പണി തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും അടുത്ത ദിവസങ്ങളിലായി പണി വേഗത്തിൽ പുരോഗമിക്കുന്നതിൽ നാട്ടുകാർ ആശ്വാസത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മഞ്ഞക്കാട് യൂണിറ്റ് കൺവെൻഷൻ മഞ്ഞക്കാട് പ്രീ മെട്രിക് ഹോസ്റ്റൽ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസമൊക്കെ ആയിട്ട് വീണ്ടും ഒരു വർധന പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ കാണുന്നത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം എന്നത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നഗരസഭയിലൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതി എല്ലാ വർഷവും നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വയോജന ഉത്സവം തന്നെ സംഘടിപ്പിച്ചു. ഇത്തവണയും അത് ആ നിലയിൽ തന്നെ നടക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് T. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ TV ജയരാജ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സെക്രട്ടറി അശോക് സിദ്ധാർത്ഥ് റിപ്പോർട്ട് വായിച്ചു. മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ, സെക്രട്ടറി K. ചന്ദ്രൻ, ഭാരവാഹികളായ R. സതീന്ദ്രൻ, R. നടരാജൻ, K. ഗംഗാധരൻ, യൂണിറ്റ് അംഗം KK കേശവൻ, T. ഹരീന്ദ്രദാസ് എന്നിവർ പ്രസംഗിച്ചു. P. ആറുമുഖൻ സ്വാഗതവും K. രാമൻ നന്ദിയും പറഞ്ഞു. K. ശങ്കരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. P. ആറുമുഖൻ, സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരവാഹികളുടെ ഒഴിവുകളിലേക്ക് CP ജോണിനെ വൈസ് പ്രസിഡന്റായും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് KK കേശവൻ, K. ശങ്കരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അമ്പലപ്പാറ വില്ലേജ് സമ്മേളനം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് സുബൈദ ഉദ്ഘാടനം ചെയ്തു. ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ യൂണിറ്റ് സമ്മേളനങ്ങളും കേരളത്തിലെമ്പാടും നടന്നു കഴിഞ്ഞു. എല്ലാ യൂണിറ്റ് സമ്മേളനങ്ങളും നടന്ന് വില്ലേജ് സമ്മേളനങ്ങളിലേക്ക് അതിന്റെ തൊട്ട് മേൽഘടകമായ വില്ലേജ് സമ്മേളനത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഇതുപോലെയുള്ള വില്ലേജ് സമ്മേളനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന അംഗം രമണി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. സമ്മേളനത്തിൽ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് പ്രീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MG ലത പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം ശോഭന രാജേന്ദ്ര പ്രസാദ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിന്ധു, CC രാജൻ എന്നിവർ പ്രസംഗിച്ചു. 25 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി പ്രീത മോഹൻദാസ്, സെക്രട്ടറി MG ലത എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർന്ന് തിരുവാതിരക്കളിയുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി ചമ്പ്രക്കുളം അയ്യപ്പൻകാവിൽ കർക്കിടക മാസം 1 മുതൽ ആരംഭിച്ച രാമായണ പാരായണവും ഔഷധ കഞ്ഞി വിതരണവും തുടരുന്നു. നിരവധി ഭക്തരാണ് ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് 8-ന് ക്ഷേത്രം തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭഗവത് സേവ, ഓഗസ്റ്റ് 9-ന് ഗണപതി ഹോമം, ആനയൂട്ട്, സോപാന സംഗീതം എന്നിവ നടക്കും. ഓഗസ്റ്റ് 15-ന് രാമായണം പാരായണം ചെയ്ത ഭക്തരെയും മറ്റു മഹത് വ്യക്തികളെയും ആദരിക്കൽ ചടങ്ങുമുണ്ടായിരിക്കും. ഓഗസ്റ്റ് 16-ന് രാമായണ പാരായണ സമാപന ദിവസം ബ്രഹ്മകുമാരി കവിതാ ബഹന്റെ ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് 35 ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണവും അതോടനുബന്ധിച്ച് എല്ലാ പരിപാടികളും കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് ശേഷം, രാമായണ പാരായണത്തിന് ശേഷം ഏകദേശം ഇതിനകം 115ഓളം ഭക്തന്മാർ ഈ ഔഷധക്കഞ്ഞിക്ക് ഇവിടെ സ്പോൺസർമാരായിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഈ പരിപാടി ഈ ചിത്രശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുണ്യപുരാത എല്ലാ ഭക്തജനങ്ങളും നല്ലപോലെ സഹകരിക്കുകയും ഈ പരിപാടി വൻ വിജയത്തിലേക്ക്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന നിറപുത്തരി ഉത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി ശ്രീധരൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിറപുത്തരി നടത്തുന്നതിലൂടെ ദേശവാസികളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. ക്ഷേത്രം ഭാരവാഹികൾ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. ചെറുതുരുത്തി PNM ആയുർവേദ മെഡിക്കൽ കോളേജിൽ മൺസൂൺ ഫ്ലവേഴ്സ് എന്ന പേരിൽ കർക്കടക ആയുർവേദ പ്രദർശനം സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പേ വളരെ കൃത്യമായി പറഞ്ഞു. ഇപ്പോൾ കാണുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നത് നമുക്ക് ഇവിടെ വരുന്ന കുറച്ച് പേരല്ല മറ്റ് സ്കൂളുകളിൽ വന്ന പുതിയ തലമുറകൾ ചെറുകുട്ടി സ്കൂളോ അല്ലെങ്കിൽ മറ്റ് സ്കൂളുകൾക്ക് അവസരം കൊടുത്താൽ അവർക്ക് മാറി കണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവം അറിയിച്ചു. കേരളത്തിന്റെ തനതായ പാരമ്പര്യ കർക്കടക ഭക്ഷണ രീതികളെക്കുറിച്ചും ആരോഗ്യ പരിപാലന ശീലങ്ങളെ സംബന്ധിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ശാസ്ത്രീയാവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് വൈവിധ്യമാർന്ന കർക്കടക രുചിക്കൂട്ടുകളുടെ പാചകവും പ്രദർശനവും ആയുർവേദ ദിനചര്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഉൾപ്പെടുത്തിക്കൊണ്ട് മൺസൂൺ ഫ്ലവേഴ്സ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. വളത്തുളനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കോളേജ് ഡയറക്ടർ സന്ധ്യ മന്നത്ത്, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ GG മാത്യു, പ്രൊഫസർ ഡോക്ടർ വിനീഷ്, പ്രൊഫസർ ഡോക്ടർ രതീഷ് P, ഡോക്ടർ അനു മാത്യു, ഡോക്ടർ ഷൈന റാണി എന്നിവർ നേതൃത്വം നൽകി. പൊതുജനങ്ങൾക്ക് സൗജന്യ പ്രവേശനവും ആയുർവേദ ആഹാരങ്ങളുടെ രുചി, പാചകരീതി എന്നിവ ഉൾപ്പെടുത്തി വിപുലമായി സംഘടിപ്പിച്ച എക്സിബിഷൻ വൈകിട്ട് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ KS സൂര്യയെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് അനുമോദിച്ചു. ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ ഉപഹാരം കൈമാറി. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷിന്റെയും ഒറ്റപ്പാലം അർബൻ ബാങ്ക് ലക്കിടി ബ്രാഞ്ച് മാനേജർ V സതിയുടെയും മകളാണ് കൊളഞ്ചേരി വീട്ടിൽ ഡോക്ടർ KS സൂര്യ. അർബൻ ബാങ്കിലെ ഭരണസമിതിയും ജീവനക്കാരും ഇതിലേറെ ആഹ്ലാദിക്കുകയാണ്. ഇത്തരം പ്രതിഭാശാലികളായിട്ടുള്ള
വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നത് ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ ചുമതലയും കർത്തവ്യവുമായി ഞങ്ങൾ കാണുന്നു. മാത്രമല്ല, ഒറ്റപ്പാലം ബാങ്ക് പരിധിക്കകത്തെ വിവിധ ഇനങ്ങളിൽ വ്യക്തിഗത മുദ്ര പതിപ്പിച്ച നിരവധി ആളുകളെ അർബൻ ബാങ്ക് ഇതിനകം ആദരിച്ചിട്ടുണ്ട്. അനുമോദന ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ കെ സുനിത, ജനറൽ മാനേജർ ഇൻചാർജ് എസ് സഞ്ജീവ്, മാനേജർ എ പി ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സൂര്യയുടെ ഏക സഹോദരൻ കെ സൂരജ് ലക്കിടിക്ക് ഇൻഫ്രാ പാർക്കിൽ ഗ്രീൻ വെയിൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ HR ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശമംഗലം അറങ്ങോട്ടുകര വയലി നാട്ടറിവ് സംഘത്തിന്റെയും കലാമണ്ഡലത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഴ മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിലായി അറങ്ങോട്ടുകരയിലും കലാമണ്ഡലത്തിലുമായി നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇത് തുടർച്ചയായ 9ാമത്തെ വർഷമാണ് മഴ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി വയലി നാട്ടറിവ് സംഘം നിളയുടെ തീരത്ത് മഴ ഉത്സവങ്ങൾ നടത്തിവരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് അറങ്ങോട്ടുകര വയലിയിൽ ഗോപാലൻ ജ്യോതി ദമ്പതികൾ നയിക്കുന്ന പുള്ളുവൻ പാട്ടോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് പെരിങ്ങോട് AKG മണികണ്ഠൻ അവതരിപ്പിക്കുന്ന ഇടക്കയിൽ ഇത്തിരി നേരം പരിപാടി, അടാട്ട് കതിരവല നയിക്കുന്ന മരംകൊട്ട്, ലക്ഷ്മി ഗിരീഷ്, ജന്ന ഫ്രാൻസിസ് മഴ നൃത്തശില്പം, തുടർന്ന് നാടൻ പാട്ടുകൾ എന്നിവ അരങ്ങിലെത്തും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കലാമണ്ഡലത്തിൽ ആരംഭിക്കുന്ന 2ാം ദിവസത്തെ മഹോത്സവം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. നമ്മൾ വയലിൽ നടത്തുന്ന മഴോത്സവം ഇത്തവണ നമ്മൾ 9ാം വർഷമാണ് നമ്മൾ മഴോത്സവം നടത്തുന്നത്. അത് ഇത്തവണ 2 ദിവസങ്ങളിലായിട്ടാണ്. നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ട് സാധാരണ ഒരു ദിവസത്തിലാണ് നമ്മൾ നടത്താറുള്ളത്. ഇത്തവണ നിന്ന് വ്യത്യസ്തമായി 2 ദിവസത്തിലാണ്. ഓഗസ്റ്റ് 9ഉം 10ഉമാണ് മഴോത്സവം നടത്തുന്നത്. 9ാം തീയതി ആറങ്ങോട്ടുകര തന്നെ വയലിൽ ഒരുക്കിയ ഒരു വേദിയിലാണ് നമ്മൾ നടത്തുന്നത്. അത് 4 മണിക്കാണ് തുടങ്ങുന്നത്. 9ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തുടങ്ങി അവിടെ പുള്ളുവൻ പാട്ട്, അതുപോലെ തന്നെ ഇടക്കയിൽ ഇത്തിരി നേരം ഇടയ്ക്ക സന്ധ്യ, അതിനുശേഷം മരം കൊട്ട്, പിന്നെ ഡാൻസുകൾ, ഇത്തരത്തിലുള്ള പരിപാടികളായിട്ടാണ് 9ാം തീയതി വയലരങ്ങിൽ വെച്ചിട്ട് മഴോത്സവം നടക്കുന്നത്. അതിനുശേഷം 10ാം തീയതി കൂത്തമ്പലത്തിൽ വെച്ച് കേരള കലാമണ്ഡലത്തിൽ കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് പ്രധാന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തേക്കുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ വയലിയും അതുപോലെ തന്നെ കലാമണ്ഡലവും ചേർന്നിട്ടുള്ള പാട്ടും പറച്ചിലും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ആദ്യമായിട്ട് നമ്മൾ 10 മണിക്ക് തുടങ്ങുന്നത്. അത് 12 മണി വരെ പാട്ടും പറച്ചിലും പറയുന്ന ആർക്കും പങ്കെടുക്കാവുന്ന മഴയുടെ ആശയങ്ങൾ, അനുഭവങ്ങൾ പറയാവുന്ന ഒരു പരിപാടിയാണ്. മഴോത്സവത്തിന്റെ ഭാഗമായി കലാമണ്ഡലം ചിട്ടപ്പെടുത്തിയ പ്രത്യേക കഥകളിയും വയലി മുള സംഗീതവും സംഗീത നിശയും നാടൻ കലാരൂപങ്ങളും അവതരിപ്പിക്കുമെന്ന് സുജിൽ കുമാർ വയലി, ഭാഗ്യനാഥ് വയലി, മനോ വയലി, സുദീപ് വയലി, ഉണ്ണികൃഷ്ണൻ വയലി എന്നിവരും കലാമണ്ഡലം വിദ്യാർത്ഥികളായ അമർനാഥ് MS, ഗോകുൽ VS എന്നിവരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം NSS കോളേജിൽ പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണം ഉൾപ്പെടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ R രാജേഷ് മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന യോഗത്തിൽ VK ശ്രീകണ്ഠൻ MP, K പ്രേംകുമാർ MLA എന്നിവർ പങ്കെടുക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ പ്രകാരം അനുവദിക്കപ്പെട്ട 2 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണവും നവീകരണവും പൂർത്തിയാക്കിയത്. 80 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം. വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഒറ്റപ്പാലം NSS കോളേജിൽ റോസ 2 അത് പ്രകാരമുള്ള ഫണ്ട് അനുവദിച്ചു. അനുവദിച്ചതിൻ്റെ പ്രകാരത്തിൽ 1 കോടി രൂപയുടെ നവീകരണവും 80 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടവും പണിയുകയുണ്ടായി. കൂടാതെ നമ്മളൊരു 20 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ പർച്ചേസ് ചെയ്യാനുള്ളൊരു ഫണ്ട് കൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയുന്ന 1 കോടി 80 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 8ാം തീയതി 3 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ നിർവഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം നമ്മൾ വിളിച്ചിരിക്കുന്നത്. 1 കോടി രൂപ നവീകരണത്തിനായി ചിലവഴിച്ചു. 20 ലക്ഷം വിനിയോഗിച്ച ലാബുകളിലേക്ക് സാധന സാമഗ്രികളും ക്ലാസ് മുറികളിലേക്ക് ഫർണിച്ചറുകളും വാങ്ങുമെന്നും പ്രിൻസിപ്പാൾ R രാജേഷ് അറിയിച്ചു. അധ്യാപകരായ KP പ്രിയേഷ്, G സുനിൽകുമാർ, സിന്ധു G നായർ, C വിജയ് ഗോവിന്ദൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ മെഗാ ഇന്റർ സ്കൂൾ ഫെസ്റ്റ് ഇംഗ്ലീഷ് പാലൂസ്
ശനിയാഴ്ച കുളപ്പള്ളി കാർമൽ സ്കൂളിൽ നടക്കും. ജില്ലയിലെ 49 CBSE അഫിലിയേറ്റഡ് സ്കൂളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 20 വേദികളിലായി നടക്കുന്ന 22 പരിപാടികളിൽ 1528 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. വിഭാഗം 1-ൽ 3, 4 ക്ലാസുകളും 2-ൽ 5, 6, 7 ക്ലാസുകളും 3-ൽ 8, 9, 10 ക്ലാസുകൾ എന്നിങ്ങനെയാണ് മത്സരം. 11, 12 ക്ലാസുകൾ 4-ാം വിഭാഗത്തിലും പിന്നീട് പൊതുവിഭാഗത്തിലുമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. രാവിലെ 9:30-ക്ക് ഡോക്ടർ ബിനിത രഞ്ജിത്ത് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. കാറ്റഗറി 1 എന്ന് പറയുന്നത് ക്ലാസ്സസ് 3, 4 ആണ്. കാറ്റഗറി 2 എന്ന് പറയുന്നത് ക്ലാസ്സസ് 5, 6, 7. നെക്സ്റ്റ് കാറ്റഗറി 3 എന്ന് പറയുന്നത് 8, 9, 10. പിന്നെ വരുന്ന 4th കാറ്റഗറി ക്ലാസ്സസ് +1, +2. പിന്നെ വരുന്നത് ഒരു കോമൺ കാറ്റഗറികൾ വരുന്നുണ്ട്. ഇതിൽ വരുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാംസും, സ്പെല്ലിംഗ് മാരത്തോൺ, ഫോണിക്സ്, ന്യൂസ് റൈറ്റിംഗ്, ന്യൂസ് റിപ്പോർട്ടിംഗ്, ലൈവ് റിപ്പോർട്ടിംഗ്, കോൾ പ്രസന്റേഷൻ, ഓറൽ റീഡിംഗ്, പ്രോഡക്റ്റ് ലോഞ്ചിങ്, അഡ്വർടൈസ്മെന്റ് മേക്കിംഗ്, ഷോർട്ട് ഫിലിം, ഇങ്ങനെ വൈവിധ്യമാർന്ന 22 പരിപാടികൾ കുട്ടികൾക്ക് ഈ ലാംഗ്വേജിന്റെ എക്സ്പ്ലോറേഷൻ സാധ്യതയുള്ള എല്ലാ പരിപാടികളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കാറ്റഗറീസിലാണ് ഈ പരിപാടി നടക്കുന്നത്. PDSSC പ്രസിഡന്റ് ഷാജി കെ തയ്യിൽ അധ്യക്ഷത വഹിക്കും. 3-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ TM പോൾ തെക്കിനിയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബർസാർ ഫ്രിജോ വെണ്ണൂക്കാരൻ, കോർഡിനേറ്റർമാരായ സുരേഷ് കുമാർ, PK ശ്രീജ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇമ്മാനുവൽ സിൽക്സിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം എന്ന പേരിലാണ് ആരംഭിച്ചത്. ഓഗസ്റ്റ് 7-ന് ആരംഭിച്ച ഓണം ഓഫറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം എന്ന പേരിലാണ് ഓണാഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 2025 ഓണം വിപുലമായി ആഘോഷിക്കുന്നതിന് വേണ്ടി ഇമ്മാനുവൽ സിൽക്സ് ഒരുങ്ങിയിരിക്കുകയാണ്. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം എന്നാണ് പേരിട്ടിരിക്കുന്നത്. തീർച്ചയായും ഇമ്മാനുവൽ സിൽക്സ് എന്നും വ്യത്യസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. നിരവധിയായ സമ്മാനങ്ങളാണ് ഓണ സീസണിലും അതോടൊപ്പം തന്നെ മറ്റു ഉത്സവ സീസണുകളിലും ഒക്കെ സമ്മാന വിതരണം നടത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ സമ്മാന വിതരണം ഗംഭീരമായിട്ടാണ്. സ്വർണ്ണ നാണയമടക്കം ഉള്ള സമ്മാനങ്ങളാണ് നേടാൻ പോകുന്നത്. ചടങ്ങിൽ വിശിഷ്ടാതിയായ കലാക്ഷേത്ര രേവതി വയലാർ ഭദ്രദീപം തെളിയിച്ചു. കൗൺസിലർ C. സംഗീത കൂപ്പൺ പ്രകാശനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ്, KP കമാൽ, ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ, ഇമാനുവൽ CEO ബൈജു, ഷോറൂം മാനേജർ T. മൊബേഷ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും ട്രെൻഡിയും ട്രഡീഷണലുമായ ഓണം കളക്ഷനുകൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നുവെന്ന പ്രത്യേകതയും ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. ദിവസേന നറുക്കെടുപ്പിലൂടെ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ, മൊബൈൽ ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. എല്ലാ ഷോറൂമിലും എല്ലാ ദിവസവും നറുക്കെടുപ്പും എല്ലാ ദിവസവും സമ്മാന വിതരണവും ഉണ്ടാകും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭ്യമാണ്. യഥേഷ്ടം വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമാനുവൽ സിൽക്സിൻ്റെ പ്രത്യേകത. ഏറ്റവും പുതിയ ഓണം സ്പെഷ്യൽ കളക്ഷനോടുകൂടിയ ലേഡീസ് വെയർ വിഭാഗവും സാരി വിഭാഗവും കിഡ്സ് വെയർ സെക്ഷനും ജെൻസ് വെയർ വിഭാഗവും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും ഒരു കുടക്കീഴിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇമാനുവലിൻ്റെ ലക്ഷ്യം. ഏറ്റവും പുതിയ സാരി കളക്ഷനുകൾ ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകതയാണ്. ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, വെഡ്ഡിംഗ് സൂട്ട്, വെഡ്ഡിംഗ് ധോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പർച്ചേസിന് പ്രത്യേക ഓഫറുകളും ലഭ്യമാണ്. ഓണം കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ലഭിക്കുക എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ 199 രൂപയിൽ ആരംഭിക്കുന്നു. സാരികൾ, ലേഡീസ് വെയർ, ജെൻസ് വെയർ, കിഡ്സ് വെയർ എല്ലാ വിഭാഗങ്ങളിലും 199 രൂപയിൽ ആരംഭിക്കുന്ന ഓണം കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. കമേഴ്സ്യൽ ഡെസ്ക്, STV ന്യൂസ്. മാറ്റുലി. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ ആത്മാർത്ഥമല്ലെന്ന ആക്ഷേപം വ്യാപകമാണ്. ഒരു വശത്ത് ലഹരിക്കെതിരാണെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന സർക്കാർ, മറുവശത്ത് ലഹരിക്ക് പ്രോത്സാഹനം നൽകുന്നതായി ആരോപണമുണ്ട്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റുലിയിലേക്ക്.
ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉറങ്ങിക്കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ മദ്യത്തിന് എതിരെ ക്യാമ്പയിൻ നടത്തുന്നതിന് സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നല്ലാതെ അത് പ്രായോഗികമാക്കുന്ന കാര്യത്തിൽ സർക്കാർ പുറകിലാണ്. ഇപ്പം മദ്യം പോലെയുള്ളതായിരിക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു സന്നദ്ധ സംഘടനകളും സാംസ്കാരിക സംഘടനകളുമാണ് ഇന്ന് അതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലഹരി വസ്തുവിനെ എതിർക്കാൻ സർക്കാർ പറയുമ്പോൾ ലഹരി കഴിക്കുന്നവരെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ മുൻപന്തിയിലാണ്. കാരണം രാജ്യത്തിൻ്റെ ഒരു പഞ്ചായത്തിൽ ഒരു ബാർ എന്നുള്ള രൂപത്തിലേക്ക് സർക്കാർ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ബാറുകൾ നമ്മുടെ നാടിൻ്റെ തെരുവോരങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാറുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മദ്യപാനികൾ വർദ്ധിക്കുന്നു. ആ മദ്യപാനികൾ അവർക്ക് ആ കഴിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന മദ്യത്തിൻ്റെ ലഹരി പോരെന്ന് തോന്നുമ്പോൾ മറ്റൊരു അതിനേക്കാൾ ഡോസ് കൂടിയതായിരിക്കുന്ന ലഹരി വസ്തുക്കൾ കഴിക്കാൻ വേണ്ടി അവർ മറ്റൊന്നിന് തേടിപ്പോകുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സമരങ്ങളെ പുച്ഛിക്കുന്ന കേരളത്തിലെ CPM-നെ കാത്തിരിക്കുന്നത് ബംഗാളിലെ ഗതിയെന്ന് AICC അംഗം പ്രൊഫസർ KA തുളസി. ഇടത് സർവീസ് പെൻഷൻ സംഘടനകൾക്ക് പിണറായി സർക്കാരിനെതിരെ ശബ്ദിക്കാൻ ഭയം. പാലക്കാട്ട് KSSPA ദ്വിദിന സത്യാഗ്രഹ സമരത്തിന് സമാപനം. സമരത്തിന്റെ 2ാം ദിനത്തിൽ വനിതാ കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച്. ശ്വേത മേനോന് പിന്തുണയുമായി നടൻ ദേവൻ. ശ്വേതയ്ക്ക് എതിരായ കേസ് അനാവശ്യം. കേസ് അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്നാണ് കരുതുന്നതെന്നും ദേവൻ. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ്. മേഖലയിൽ കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ തീപിടുത്തമുണ്ടായത് നിരവധി തവണ. വ്യവസായശാലകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി നിരീക്ഷിക്കും. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലിറങ്ങിയ കാട്ടാന മണിക്കൂറുകളോളം ഭീതി പരത്തി. വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. വാണിയംകുളത്ത് നിന്ന് ഇടഞ്ഞോടിയ എരുമ മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. എരുമ ഓടിയത് ഷൊർണൂർ ഭാഗത്തേക്ക്. പിടിച്ചുകെട്ടാനായത് മണിക്കൂറുകൾക്ക് ശേഷം. കേരളത്തിലെ ജനനമരണ കണക്കുകൾ പരിശോധിച്ച് വയോജന സംരക്ഷണ നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വയോജനക്ഷേമ നടപടികൾ ആത്മാർത്ഥമല്ലെന്ന് ആക്ഷേപം. വയോജനക്ഷേമത്തിന് നീക്കിവെക്കുന്ന 5% തുക പോലും ഉപയോഗിക്കുന്നത് ബസ് സ്റ്റോപ്പുകൾ കെട്ടാനെന്നും പരിഹാസം. ലക്കിടി ആഗലൂർ നായാടിക്കുണ്ട് കനാൽ റോഡ് തകർച്ചയിൽ അധികൃതരുടെ അനാസ്ഥയാരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. മങ്കര വെള്ള റോഡിലെ കൊടുംവളവ് ഗതാഗതത്തിന് ഭീഷണി. 30 മീറ്ററോളം കൈവരി സ്ഥാപിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാനാകുമെന്ന് നാട്ടുകാർ. കോട്ടായിയിൽ മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.